ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ 4 കോംബോകളായിട്ടാണ് കേട്ടോ. 4 കോംബോകളിലും 2 പ്ലാന്റ് വെച്ചുള്ള കോംബോകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിലൊറ്റ പ്ലാന്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ല കേട്ടോ. എല്ലാത്തിലും 4 കോംബോയും എന്താ പറയുക, ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. 8 വെറൈറ്റിയും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ കോമ്പോയുടെ റേറ്റ് വന്നിട്ട് 400 ആണ് കോമ്പോയുടെ റേറ്റ് വരുന്നത്. ഇതിൽ മിക്ക കോമ്പോയും നമുക്ക് 2 എണ്ണം അത്ര തന്നെ എടുക്കാനായിട്ടുണ്ടാവുള്ളൂ. അതിന് മേലെ 2 എണ്ണം എന്ന് ഉദ്ദേശിച്ചത് ഇതടക്കം 2 എണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ, എല്ലാ കോമ്പോയും. പിന്നെ കോമ്പോയുടെ CC വന്നിട്ട് സെപ്പറേറ്റ് ആണ്. കൊറിയർ വന്നിട്ട് നമുക്ക് മൺഡേ ആണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് കോംബോ തൊട്ട് തുടങ്ങാം കേട്ടോ. നമ്മുടെ ആദ്യത്തെ കോംബോ വന്നിട്ട് ഇതാണ്. ഒരു മിനിറ്റ്, ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് കോംബോ വന്നിട്ട്. ഇതിൽ വന്നിട്ട് റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്, മദറായിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാന്റ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ബ്യൂട്ടിയുടെ ഒരു ചെറിയ പ്ലാന്റാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കോംബോ വരുന്നത്. 400 ആണ് റേറ്റ്. CC സെപ്പറേറ്റ് ആണ് കേട്ടോ. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിലതുപോലെ വരുന്നത് നമുക്ക് ഡയമണ്ടിൻ്റെ നല്ല വലിയൊരു പ്ലാന്റ് വരുന്നുണ്ട് കേട്ടോ. പിങ്ക്, ഡയമണ്ട് പിങ്കിൻ്റെ നല്ല വലിയൊരു പ്ലാന്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഗാർഗിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഗാർഗിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ വരുന്നത്. രണ്ടും അത്യാവശ്യം ഒരേ ഹൈറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് കോംബോ വരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ തേർഡ് കോംബോ കേട്ടോ. തേർഡ് കോംബോ വിദൂരിയുടെ പ്ലാന്റാണ് കേട്ടോ. വിദൂരിയുടെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ, ചെറുതൊന്നുമല്ല. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാം കൂടി നല്ല കാറ്റല്ലേ, അപ്പോൾ ഇപ്പം നനച്ച് ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും എല്ലാതും ഡ്രൈ ആവുക. ഒക്കെ നോക്കി ഉണങ്ങി വരണ്ടിട്ട് എല്ലാതും ഇരിക്കണം പൊടിയായിട്ട്. ഇതൊക്കെ ഇനി നനയ്ക്കണം. പിന്നെ വെയിലും കൂടിയുള്ള കാരണം പെട്ടെന്ന് എന്താ പറയുക, നനച്ച 5 മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെ ഡ്രൈ ആവാം. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് മെർലിൻ്റെ ഒരു പ്ലാന്റ്. ഇതിനകത്ത് ഒരു ഷൂട്ടും കൂടി ഉണ്ട് കേട്ടോ. 4 ലീഫുള്ള ഒരു പ്ലാന്റും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. ഇതാണ് ഒരു പ്ലാന്റ്. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഈ ഒരു റോസ് ഗ്രീൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 4 കോംബോസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ സെയിം സൈസിൽ ഒരേ സെറ്റും കൂടി നമുക്ക് എടുക്കാനായിട്ടുണ്ടാവും, ഇതേ സൈസിൽ കേട്ടോ. പിന്നെ 400 ആണ് റേറ്റ് വരുന്നത്. CC സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ കോംബോകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ മൺഡേ ആണ് കേട്ടോ നമുക്കിനി വരുന്നത്. ഈ മൺഡേ ആണ് നമ്മളിനി കൊറിയർ അയക്കണത് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ബിർക്കിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ സെയിലിനായിട്ട്. ഞാനത് വീഡിയോയിൽ ഇട്ടില്ല, കാരണം കുറേ നമ്മൾ വെച്ചിട്ടുണ്ട്, റൂട്ടിങ്ങിനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇട്ട് നമ്മൾ ഇനി പറിച്ച് വെക്കുമ്പോൾ റൂട്ട് ഇല്ലെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഇട്ടിട്ടില്ല. അങ്ങനെ ആരോ എൻ്റെ അടുത്ത് ബിർക്കിൻ ചോദിച്ചിരുന്നുണ്ടോന്ന് 1-2 തവണ. എനിക്ക് ആരാന്നുള്ളത് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബിർക്കിൻ അവൈലബിൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ സ്റ്റോക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ റൂട്ടിങ്ങിന് വേണ്ടി വെച്ചേക്കാം, എന്നാലും നമുക്ക് റൂട്ടുള്ളതൊക്കെ തരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ചാനൽ.